നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. ഇതിൽ നാളികേരം ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മണ്ഡലകാലമല്ലേ, അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മോരുകറിയും ചോറും അച്ചാറും ഇത് മാത്രം മതി നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മോരുകറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് തൈര് എടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് തൈര് എടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതായത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വിസ്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒത്തിരി ലൂസായിപ്പോൾ നമുക്ക് ഒത്തിരി ലൂസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കായിട്ടായിരിക്കുന്നു. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തൈരിൻ്റെയും മോരിൻ്റെയും ഒരു ഇടയ്ക്ക് വരുന്ന കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി കട്ടിയും ആയിരിക്കില്ല, എന്നാൽ ഒത്തിരി ലൂസും ആയിരിക്കില്ല. ഇനി ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇനി ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് പച്ചമുളക് വേണം. ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി. ചെറുതാണെങ്കിൽ 2 അല്ലി എടുക്കാം, വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. പച്ചമുളകിൻ്റെ ഞെട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കീറിക്കൊടുക്കുക. കീറുമ്പോൾ കൈയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ അത് ഇങ്ങനെ ആക്കുമ്പോൾ മാത്രമാണ് ഉപ്പും പുളിയൊക്കെ ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കീറി കൊടുക്കുന്നത്. ഇതുപോലെ ബാക്കി എല്ലാ പച്ചമുളകും ഞാനൊന്ന് കീറിയെടുക്കാം. നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് കൂടുതലാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം. പച്ചമുളക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനായി ഒന്നുകിൽ ഇതുപോലൊരു ഇടിയിലെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ആദ്യമേ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. അടുത്തായിട്ടൊരു മൺചട്ടി എടുക്കാം. ഇതുപോലത്തെ നാടൻ കറികൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ്. മൺചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വറ്റൽ മുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 3 വറ്റൽ മുളകാണ് മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചേറെ കരിവേപ്പില. മോര് കറിക്കൊക്കെ കരിവേപ്പില കുറച്ചധികം ചേർക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ജസ്റ്റ് വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. വെളുത്തുള്ളി ചേർക്കുമ്പോൾ കൂടി പോരുതേ. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. ഇനി വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒന്നുകിൽ വെളുത്തുള്ളി അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി, ഇതിലേതെങ്കിലും ഒന്ന് മതിയാവും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറിയും വരണം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറീനെക്കാട്ടിലും കുറച്ചൊരു വേറിട്ട ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറിക്ക്. അതുപോലെ തന്നെ ഇതിൽ നാളികേരം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ചെറിയ ഉള്ളി. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്ന കറികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നേരത്തെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഈ പച്ചമുളക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളക് എടുക്കുമ്പോൾ ഒത്തിരി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലൊന്നിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ എരിവ് കുറച്ചൊന്ന് പോയി കിട്ടും. പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. എന്നിട്ട് മാത്രമേ എണ്ണയിൽ ചേർക്കാവൂ. പച്ചമുളക് ആയതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസസും കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതികളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്ത് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറിയുടെ സ്വാദ് വേറെ തന്നെയാണ്. ആദ്യം ചെറുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളർ മാറിയതിന് ശേഷം മാത്രമേ പച്ചമുളക് ചേർക്കാവൂ. ഇപ്പോൾ പച്ചമുളക് വഴറ്റിയപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മണം വരുന്നുണ്ട്. അതായത് പച്ചമുളകിൻ്റെ ഒരു എരിവിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജ് എത്തിയാൽ മതി. അതായത് കണ്ടോ, ഇതിപ്പോൾ നോക്കുക, പച്ചമുളകിൻ്റെ ഒരു വൈറ്റ് പാർട്ട് കാണാൻ കാണുന്നുണ്ടോ, ഇങ്ങനെ വരണം. അതാണ് പാകം എന്നുള്ളത്.
അപ്പോൾ ഇനി അധികം നമുക്കങ്ങനെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്യാസ് തീരെ ലോ ആക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കുക. അപ്പോൾ ഞാൻ തീരെ സിമ്മിലാക്കി വയ്ക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. സാധാരണ നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർക്കില്ലേ. ഇതിപ്പോൾ 1/4 ടീസ്പൂണൊക്കെയും കുറവ് ചേർത്താൽ മതിയാവും. ഒത്തിരി മഞ്ഞ കളർ ഉണ്ടാവില്ല ഈ ഒരു കറിക്ക്. അതായത് കുറച്ചും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് 2 മുതൽ 3 പിഞ്ച് ചേർക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ കടുക് പൊട്ടിച്ച സമയത്ത് കുറച്ച് ഉലുവ പൊട്ടിക്കാം. അപ്പോൾ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്തെടുക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടിയാണ്. ഒരു 3 പിഞ്ച് കായപ്പൊടി ചേർക്കുകയാണ്. 3 പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. പൊടികൾ ചേർത്താൽ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സെക്കൻഡ് ആക്കിയാൽ മതിയാവും. കാരണം മൺചട്ടി നല്ല ചൂടായിക്കൊണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം ഗ്യാസ് ഓഫാക്കുകയാണ്. കാരണം ചൂടായി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവും. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ പാത്രം കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോരുകറി. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കുകയാണ്. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം 1 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കാരണം ഇത് അധികം തിളപ്പിക്കാൻ പാടില്ല. കാരണം തൈരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനായിരുന്നു. ഇതിൽ നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കല്ലേ. ഇനി ഗ്യാസ് ഓഫാക്കാം. എന്ത് എളുപ്പമല്ലേ ഈ ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഈ ഒരു മോരുകറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് വയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു മോരുകറിയുടെ കളർ ഇതാട്ടോ, ലൈറ്റ് യെല്ലോ കളറാണ്. പിന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി കളറുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മോരുകറി കുറച്ച് ഒഴിക്കുക. അതിനുശേഷം അതിൽ ചേർത്തേക്കുന്ന പച്ചമുളക് ഒന്ന് ഉടച്ച് കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ അച്ചാറോ മെഴുക്കുവരട്ടിയോ ആകാം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ മോരുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്